തങ്കച്ച എന്താ എല്ലാരും എത്തിയല്ലോ. എന്നാ പിന്നെ വൈകിക്കണ്ട, പുറപ്പെടാം. അയ്യോ ഇല്ല ഫാദർ, ദേവിയും ഗോപിയും എത്തിയിട്ടില്ല. 5 മണിക്ക് മുമ്പ് എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുള്ളതാ. ഷെഡ്യൂൾ അനുസരിച്ച് 10 മണിക്ക് മുമ്പ് കോയമ്പത്തൂർ എത്തേണ്ടതാ. 2-3 പേർക്ക് വേണ്ടി അത് തെറ്റിക്കാൻ പറ്റില്ല. ശരിയാ സിസ്റ്റർ, എല്ലാവരോടും വണ്ടി കയറാൻ പറയൂ. അപ്പൊ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് മോൻ. ഉണ്ണികൃഷ്ണ നോക്ക്, ദേവിയെ കാണാൻ ശരത് മോന്റെ ടെൻഷൻ കണ്ടില്ലേ? അല്ല ഉണ്ണി, ദേവിയെ കാണാൻ ശരത്തിന് ടെൻഷൻ, ഗോപിയെ കാണാൻ തനിക്ക് ടെൻഷൻ. ശരത് മോനെ ടെൻഷൻ അടിക്കാൻ മോനിഞ്ഞ് വാടാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അടക്കവും ഒതുക്കുമായി നടന്നോണം. ആൺകുട്ടികളോടൊന്നും അധികം ഇടപെടണ്ട. പിന്നെ 3 പേരും എപ്പോഴും ഒരുമിച്ചായിരിക്കണം. ഗോപവും കേട്ടല്ലോ, നിനക്കായിത്തിരി ഇളക്കം കൂടുതല്. എന്നാ ചെല്ല്. ദേ നോക്ക്, ആഹാരം ഒന്നും വലിച്ചു വാരി കഴിക്കരുത്. മാളു നിന്നോടാ പറഞ്ഞത്. പിന്നെ ഒന്ന് വിടൂ മേഡം, സമയം ഇപ്പൊ തന്നെ വൈകി. കേറിയട്ടെ. വരൂ. Here comes the triple sisters, Devika Warrior, Gopika Warrior and Malavika Warrior. Yes, come on. Please be seated. Hi. Hi. Hello, Sharath. Hello. Come on. Yeah. ഇത് സെന്റ് ആന്റണീസ് കോളേജിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന ബസ്സല്ലേ? അതെ സർ. മിസ്സിസ് വസന്തരാദേവിയുടെ കുട്ടികൾ ഇതിനകത്തുണ്ടോ? എന്താ അവരുടെ പേര് പറഞ്ഞത്? ദേവിക, ഗോപിക, മാളവിക. അതെ ഉണ്ടല്ലോ. എന്താ? കുട്ടികളെ യാത്രയാക്കി മടങ്ങും വഴി അവരുടെ കാർ ഒരു അപകടത്തിൽപ്പെട്ടു. കുട്ടികളുടെ അമ്മയെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുവന്ന കുഴപ്പമെന്തെങ്കിലും? അതിനെപ്പറ്റിയൊന്നും അറിയില്ല. കുട്ടികളെ വിളിക്കൂ. ഉണ്ണികൃഷ്ണ, അവരെ വിളിക്കും. ദേവികെ, എന്താ ഉണ്ണി? നിങ്ങളുടെ അമ്മയ്ക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന്. പേടിക്കാനൊന്നുമില്ല. അമ്മയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എങ്ങോട്ടാ സർ? ഞങ്ങളും കൂടി. വേണ്ട വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. വണ്ടി എടുക്കാം. അല്ല, വസുന്ധര ചേച്ചിന്ന് നേരത്തെയാണല്ലോ. നല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല, കുട്ടികൾ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അവരെ യാത്രയാക്കിയിട്ട് വരിക. എന്നാ വേഗം നടന്നുള്ളൂ, വാഗച്ചാർത്ത് വരാം. വേണ്ട, ബഹളം വെക്കണ്ട. തോമസേ, വണ്ടി വിട്.
ഇനി പറ, എങ്ങനുണ്ട് പപ്പയുടെ ഓപ്പറേഷൻ? ഒന്നും പറയണ്ട, ഞങ്ങൾ പിണക്കാ പപ്പയോട്. ആ, ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞില്ലേ ഞങ്ങളെ? ബസ് പുറപ്പെട്ടിട്ട് പപ്പയെ കാണാണ്ടായപ്പോ പറ്റിച്ചെന്ന് ഞങ്ങൾ കരുതിയത്. എന്നാലും ദിസ് ഇസ് ടു മച്ച്. ഉം. അമ്മയ്ക്ക് ആക്സിഡന്റ് ആയിന്നൊക്കെ പറഞ്ഞപ്പോ ഷോക്ഡ് ആയിപ്പോയി ഞങ്ങള്. അമ്മയ്ക്ക് ആക്സിഡന്റോ? അയ്യോ സാറേ, കുട്ടികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ എന്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് മാത്രമേ പപ്പ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവരുടെ മനോധർമ്മമാണ്. എനിവേ, നമ്മുടെ വിശിഷ്ടാതികളെ പരിചയപ്പെട്ടില്ലല്ലോ. എല്ലാരും പപ്പയുടെ ജൂനിയേഴ്സ് ആണ്. അഡ്വക്കേറ്റ് യൂസഫ് അലി, ഗംഗാധരൻ ആൻഡ് അഡ്വക്കേറ്റ് ടോം മാത്യു. അപ്പോഴേ ഞങ്ങളെ റോള് കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പോയിക്കോട്ടെ. ഓൾ റൈറ്റ്. അപ്പൊ ഈ തോക്ക് തോക്ക് കൊണ്ടുപോയി തന്നെ ഇളയ കൊച്ചിന് കളിക്കാൻ കൊടുക്കും. തോക്ക്. പിന്നെ ഡൈവോഴ്സ് കേസിന് പിറകെ ചിലപ്പോ ഒരു കിഡ്നാപ്പ് കേസ് വന്നിരിക്കും. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ ഓക്കെ. ഓൾ റൈറ്റ്. എന്താ ഇനി പരിപാടി? ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ. അയ്യോ, ഊട്ടി വേണ്ട. ആ. മദറിന്റെ കണ്ണിപ്പെട്ട സംഗതി തീർന്നു. ആ. മൈസൂർ ആയാലോ? ഓക്കെ. അവിടെ എന്ത് കാണാനാ? പപ്പ പപ്പ കൊടൈക്കനാൽ. ആ, ഓക്കെ. വേണ്ട, മൈസൂർ മതി. വേണ്ട, കൊടൈക്കനാൽ മതി. മൈസൂർ, മൈസൂർ, മൈസൂർ. ഞാൻ പറഞ്ഞു കേൾക്കൂ. നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ട. പപ്പയുടെ മൂത്ത മോളാരാ? ദേവു. ദേവു ആണല്ലോ. അവള് തീരുമാനിക്കട്ടെ. മോളെ ദേവു. എന്താ? എന്തിനാ നീ കരയുന്നത്? പറ ദേവൂട്ടി. ഇതിനൊരു അവസാനം എന്നാ പപ്പ? എത്ര നാളാ പപ്പയും അമ്മ ഇങ്ങനെ? അമ്മയെ അറിയാണ്ട് പപ്പയെ കാണാൻ വരിക, സ്വന്തം മക്കളെ കിഡ്നാപ്പ് ചെയ്യ. എന്താ പപ്പ ഇതൊക്കെ? പപ്പയ്ക്ക് അറിയില്ലേ അമ്മയെ? പപ്പ വിചാരിച്ച തീർക്കാന്നല്ലേ ഉള്ളൂ ഈ പിണക്കം. നോക്ക്, ഇതാണ് പപ്പയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. അതൊക്കെ ആ വഴിക്ക് അങ്ങ് തീർന്നോളൂ. ഈ കരുത്തിൽ കാണാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയും പാടുവിട്ട് ഇതൊക്കെ ചെയ്തത്? ആ, വണ്ടി കയറും. ആ, വാ മോളെ. വാ.